നമസ്കാരം. പോക്സോ കേസ് ദുരുപയോഗം ചെയ്യപ്പെട്ടതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്ന റിട്ടയർഡ് ഡിവൈഎസ്പി റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ശേഷം SITയും അന്വേഷിച്ചു. ഇതിൽ പോക്സോയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യവും നടന്നതായി തെളിവില്ലായിരുന്നു. ഇത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതായിട്ടും അന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. കേസിൽ BJP നേതാവും അധ്യാപകനുമായ പത്മരാജനെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചിരുന്നു. പക്ഷേ ഇത് വ്യാജമായി കെട്ടിച്ചമച്ച തെളിവുകളുടെ പേരിലാണെന്ന് സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതാണ്: കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്ന ടീമിലുണ്ടായിരുന്നു. അന്വേഷണ വേളയിൽ തന്നെ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെന്നും ഈ കേസിൽ പോക്സോ നിലനിൽക്കില്ല എന്നും അവർ അദ്ദേഹം പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ അധ്യാപകനും BJP നേതാവുമായ പത്മരാജൻ പീഡിപ്പിച്ചു എന്നായിരുന്നു ആ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളെല്ലാം തന്നെ തങ്ങൾക്ക് എതിരാണ് എന്ന വാദിഭാഗം തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ഇടതുപക്ഷ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് പിന്നീട് അന്ന് തളിപ്പറമ്പ് DYSP ആയിരുന്ന രത്നകുമാറിനെ കേസിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. കേസ് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു, ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്ന്. SDPIയും പോപ്പുലർ ഫ്രണ്ടും ഇതിൽ വളരെ സജീവമായി തന്നെ പത്മരാജനെതിരെ നിന്നിരുന്നു. പത്മരാജൻ സാറിനെതിരെ രംഗത്തുണ്ടായിരുന്നു. ഇതിനോടൊപ്പം അവർക്ക് പിന്തുണയുമായി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പാർട്ടിയുടെ തന്നെ പല അനുയായികൾക്കും ഇതിനോട് എതിർപ്പുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ആളുകളെ എളുപ്പത്തിൽ കുടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ കേസ് എന്നാണ് റിട്ടയർഡ് DYSP ആയ റഹീം സാർ പറയുന്നത്. ഈ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളെ കുരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പത്മരാജൻ സാറിനെതിരെയുള്ള കേസ് കൊണ്ടുവന്നത്. അതിനെ വളരെ ഗൂഢമായ രീതിയിൽ വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി കൊണ്ടുവന്ന കേസ് ഇത്തരത്തിൽ തെളിവുകൾ എല്ലാം തന്നെ സമാഹരിക്കാൻ കഴിയുന്നില്ല. എല്ലാ തെളിവുകളും ഈ കേസിൽ ആസ്പദമായ സംഭവത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി അവർ കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. അതാണ് ഇവിടെ റിട്ടയർഡ് DYSP ആയ പത്മരാജൻ സാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞതൊക്കെയും സത്യമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ മൊഴിയിലടക്കം പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. പൊതുസമൂഹത്തിൽ ഇത് വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി സഖാക്കളെ പോലും നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹരീന്ദ്രൻ്റെ തുറന്നു പറച്ചിൽ. പ്രതി ഹിന്ദു ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗും SDPയും പ്രശ്നത്തിൽ ഇടപെടുന്നതെന്നും ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ട കേസുകൾ നിങ്ങൾ എത്ര കണ്ട് ഇടപെടുന്നു എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അത്തരം കേസുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ഒരുപക്ഷെ ഇത് കേസുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായതുകൊണ്ടായിരിക്കണം ഹരീന്ദ്രൻ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പത്മരാജൻ സാറിനെ പോലെയുള്ള എതിരെയുള്ള കേസ് തികച്ചും CPIM SDPI പോപ്പുലർ ഫ്രണ്ട് ഗൂഢാലോചനയിൽ നിന്നാണ് പുറത്തു വന്നതെന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനും. തികച്ചും ഭീകരവാദികൾ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന വലിയൊരു കടന്നുകയറ്റമായി വേണം ഇതിനെ മനസ്സിലാക്കാൻ, ഇതിനെ കാണാൻ. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ കഴിയില്ല. ചിലയിടങ്ങളിൽ ഭീകരവാദികൾ വിഷം ഉപയോഗിച്ച് ഇസ്ലാമിക ഭീകരവാദി ഡോക്ടർമാർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തും. അല്ലാത്തയിടങ്ങളിൽ സ്ഫോടനം വഴിയോ അല്ലെങ്കിൽ ലവ് ജിഹാദ് വഴിയോ ആയിരിക്കും അവരുടെ ആക്രമണം. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മൾ അറിയുന്നത് പോലുള്ള ഒരു വൈറ്റ് കോളർ ടെററിസം പോലുള്ള ടെററിസമായിരിക്കും അവർ നടപ്പിലാക്കാനുള്ള പദ്ധതി ഇടുക. എന്നാൽ ഇവിടെ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് അത്തരം
നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിൻ്റെ സഹായത്തോടു കൂടി അവരെ കുരുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒരു ശക്തമായ പിന്തുണ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായിട്ട് ഇത്തരം ആൾക്കാർക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതാണ് പത്മരാജൻ സാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അത്ര സുരക്ഷിതമല്ല നമ്മുടെ സാമൂഹിക അന്തരീക്ഷം. വലിയ കരുതലോടുകൂടി വേണം ഇവിടെ ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് പത്മരാജൻ സാറ് തരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.